ചോദിക്കാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റിനോട് ചോദിച്ചു കൺസൾട്ടന്റ് ഫീ ഉണ്ട് മേടിക്കുന്നില്ലേ. ഇദ്ദേഹം തന്നെയാണ് അരമണിക്കൂർ മുമ്പ് പറഞ്ഞത് അദ്ദേഹം ഫീ മേടിക്കുന്നുണ്ട്, കൺസൾട്ടന്റ് ഫീ മേടിക്കുന്നുണ്ട്. സൗജന്യമായിട്ടും ഫീ വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്റെ ഇൻസ്റ്റാഗ്രാം തപ്പേക്ക് അറിയാൻ പറ്റും. അല്ല, അപ്പൊ കൺസൾട്ടന്റ് ഫീ മേടിക്കുന്ന താങ്കൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ ഫീ മേടിക്കുന്നത്? ഞാൻ പണിയെടുത്ത് ഞാൻ പൈസ വാങ്ങിക്കും, അതിനെന്താ പ്രശ്നം? അത് മാത്രമല്ല, താങ്കളുടെ നട്ടിലെങ്ങനെ ശരിയായെന്ന് വ്യക്തതയോട് നേരത്തെ പറഞ്ഞിരുന്നില്ല. താങ്കളുടെ നട്ടിലെങ്ങനെ ശരിയായെന്ന് വ്യക്തതയോട് നേരത്തെ പറഞ്ഞിരുന്നില്ല. നട്ടൽ എങ്ങനെയാണ് ശരിയായതെന്ന് നേരത്തെ വ്യക്തതയോട് പറഞ്ഞില്ല. എങ്ങനെയാണ് നട്ടൽ ശരിയായത്? ഞാൻ ഇവരെ ഓഡിയൻസും ചോദിക്കുന്നത് ഇദ്ദേഹത്തിന്റെ നട്ടൽ എങ്ങനെയാണ് ശരിയായ? പിന്നെ പഴയ കിടക്കാണ്, അത് പറയുന്നില്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചോദിക്കും ഇത്, ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ചോദിക്കും ഇത്, എങ്ങനെ അദ്ദേഹത്തിന്റെ നട്ടല് ശരി? അദ്ദേഹം പറഞ്ഞു. ഒന്നാമത്തെ എന്റെ നട്ടിലിനെ പറ്റി വളരെ വിശദമായ ഒരു വീഡിയോ പല ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വലിയ ആ വീഡിയോ നമുക്ക് കൊടുത്തരാമോ? പിന്നെ ഉറപ്പായിട്ട് തരാം സാർ. അല്ല, ഒറ്റ ഉത്തരം തന്നെ പറയാൻ പറ്റില്ല സാറിന്റെ സമയം. ഞങ്ങൾ ചോദിച്ചോളൂ. ഞാൻ ഇനി അങ്ങയിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. ശാസ്ത്രീയമായി നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യത്തിനും തെളിവ് വരാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ വർഷങ്ങളായിട്ട് പൂജ ചെയ്യുന്ന ആളാണ്, അസ്ട്രോളജി ചെയ്യുന്ന ആളാണ്. എന്നെ ആൾക്കാർ സമീപിക്കുന്നുണ്ട്. ഈ പറയുന്നതിൽ ഞാൻ ഇന്ന് വരെയും, ഇപ്പൊ ഞാൻ എന്റെ കാര്യം ബൂസ്റ്റ് ചെയ്ത് പറയല്ല, ഇന്ന് വരെയും ആരും അതിന് പരാതി ഒന്നും പറഞ്ഞിട്ടില്ല. പൂജയിലെ ഡ്യുവൽ പേഴ്സണാലിറ്റിയെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഭാരതീയ തത്വസിദ്ധാന്തങ്ങളിൽ ഏറിയ പങ്കും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നതാണ്. അല്ലെ, പുനർജന്മത്തിനെ അരക്കിട്ട് ഉറപ്പിക്കുന്നത് തന്നെ. ഇതുപോലെ പ്ലീസ്, അതല്ലെന്ന് പറയാനും നിങ്ങൾ അതല്ലെന്ന് പറയാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? താങ്കൾ അതല്ലെന്ന് പറയുന്ന എന്ത് അടിസ്ഥാനത്തില? ഒരു അടിസ്ഥാനം പറയാം. ഭഗവത്ഗീത ലോകം അംഗീകരിക്കുന്ന ആ പുസ്തകത്തിനകത്ത് പുനർജന്മം പറയുന്നുണ്ട്. അതുപോലെ ഇതുപോലെ സ്പിരിറ്റിന്റെ വരവുകള് ലോകമെമ്പാടും പലയിടത്തും ഇത് തെളിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിൽ മാത്രം ആധുനിക ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒരുപാട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള എനർജിയെ പറ്റി സംസാരിക്കാം. നമ്മളെ ഇന്ത്യയുടെ തത്വചിന്ത, ഇന്ത്യയുടെ ദർശനങ്ങള് 8 ദർശനങ്ങളാ: സാങ്ക്യം, ന്യായം, മീമാംസ, ബൗദ്ധം, ജൈനം, ലോകായുധം. ഈ 7 ഈ പുനർജന്മമില്ല, ദൈവസങ്കല്പമില്ല, സ്വർഗമില്ല, നരകമില്ല. ആകെയുള്ളത് അദ്വൈതത്തിലും വിശുദ്ധാദ്വൈതത്തിലുമാണ്. ബാക്കിയുള്ള ഭൂരിഭാഗം തത്വ സംഹിതകളിലും ഇന്ത്യൻ തത്വ സംഹിതകളിൽ ദൈവവും ഇല്ല, ഇതൊന്നുമില്ല. ആകെയുള്ളത് നിങ്ങൾ പറഞ്ഞ ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മുടെ തത്വ, നമ്മുടെ ഒരു ഫിലോസഫി അല്ല. അനിൽകുമാർ, സാറിന്റെ അച്ഛൻ ജീവിച്ചിട്ടുണ്ടോ? അച്ഛൻ ജീവിച്ചിട്ടുണ്ടോ? എന്റെയോ? മരിച്ചുപോയി. മരണം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഭാരതീയ രീതിയിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്, അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നോർത്താണ്. ദേഹവിയോഗം വിട്ടു എന്നൊന്നും പറയാത്തതുകൊണ്ടാണ്. അച്ഛൻ്റെ ശബ്ദം ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കേൾക്കാം. ഒരു മിനിറ്റ്, നമ്മളൊരു വിഷയം കേൾക്കുമ്പോ തർക്കിക്കുന്നതിലല്ല കാര്യം. അത് പറഞ്ഞു കഴിഞ്ഞ് തർക്കിച്ചോ, കുഴപ്പമില്ല. എന്റെ അച്ഛൻ്റെ അതെ, എന്റെ അച്ഛൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു, അല്ലെ അച്ഛനെ കണ്ടിട്ടുള്ളവർ കേൾക്കുന്നു. അച്ഛൻ അവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടല്ലത്, അത് മനസ്സിന്റെ തോന്നലാണ്. മനസ്സുണ്ടാകുന്നത് എങ്ങനെയാണ്? ആഹാരത്തിന്റെ സൂക്ഷ്മരൂപമാണ് മനസ്സ്. ഇനി ജനനം എന്താണ്? ഇരിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞെങ്കിലും മരിച്ചില്ല എന്ന് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. കാരണം അച്ഛൻ വന്നത് മുത്തച്ഛനാണ്, എൻ്റെ അച്ഛനാണ് ഞാനായി വന്നത്, ഞാൻ തന്നെയാണ് എൻ്റെ മകനായി വന്നത്. ഇതാണ് നമ്മുടെ പുനർജന്മ സിദ്ധാന്തം പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? അച്ഛൻ്റെ ബീജമാണ് അമ്മയിലൂടെ വന്ന് അമ്മയും അച്ഛനും കൂടി ചേർന്നാണ് മകനുണ്ടായത്. അതാണ് പുനർജന്മം. അല്ലാതെ ആത്മാവ് വന്നു, ആത്മാവ് ഭഗവത്ഗീതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ശോഷയതി മാരുതകാന്ന. ആത്മാവിനെ കത്തിക്കാനോ മുറിക്കാനോ വെള്ളത്തിൽ കലക്കാനോ ഒന്നും പറ്റുന്നതല്ല. ആത്മാവല്ല ജനിക്കുന്നത്. ജനനം എന്ന് പറയുന്നത് ശരീരമാണ്. ശീയതേ ഇത് ശരീരം, അത് നശിക്കുകയും ചെയ്യും. അല്ലാതെ ജനനം എന്ന് പറഞ്ഞാൽ ഇതല്ല. ആത്മാവ് അവിടെ വർത്താനം പറയും, ആത്മാവ് ഇവിടെ വർത്താനം പറയും, ആത്മാവ് വന്നിട്ട് പറയും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ തോന്നലാണ്, എൻ്റെ മാത്രം തോന്നലാണ്. എൻ്റെ അച്ഛൻ അവിടെ ഇരുന്ന് എന്ന് മുരങ്ങുന്നുണ്ടെന്നല്ലേ അച്ഛനെ കണ്ടിട്ടുള്ളവർ ചെയ്യുന്നത്. അവർക്ക് തോന്നൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.